രാവിലെ എളുപ്പം തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അത്രയും സിമ്പിൾ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ വറുക്കാത്ത തന്നെ എടുത്താൽ മതി. അതിലേക്ക് നമുക്കിനി അരക്കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനത് ചേർത്തിട്ടില്ല, മറന്നുപോയതുകൊണ്ട് ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഓവറാക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലൂസായിട്ട് അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കെല്ലാം വേണ്ടിയിട്ട് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ മൈദ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ടെടുക്കാം. ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഷേപ്പ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ മറ്റോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഇതേപോലെ നമുക്ക് കൈവച്ചിട്ട് പരത്തി കൊടുക്കാം. കയ്യിൽ ഓയിലാക്കി കൊടുത്താൽ നമുക്ക് ഇതേപോലെ വേഗത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ പത്തിരി പ്രസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോല വെച്ചിട്ട് സാധാരണ പൂരിയെല്ലാം പരത്തുന്നില്ലേ, അതേപോലെയും പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മാവിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങും. ആ സമയത്ത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. നമ്മൾ ചില ദിവസമെല്ലാം അരി കുതിർത്ത് വെക്കാനെല്ലാം മറന്നു പോകലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസമെല്ലാം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്. പിന്നെ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണേ. ചൂടോടെ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ്. ഇത് സമയം കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് ഹാർഡായി പോകും. അപ്പോൾ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇത് ഏകദേശം നമ്മുടെ നെയ്പ്പത്തിൻ്റെ എല്ലാം പോലത്തെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ നമ്മൾ അരിയെല്ലാം കുതിർത്തിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടെല്ലാം ഉണ്ടാക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.